നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ ഈശ്വറിനോട് നിങ്ങൾ നീതി പുലർത്തിയില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ ചാനലുകൾ, മാധ്യമപ്രവർത്തകർ, സമൂഹ മാധ്യമ ഇടങ്ങളിൽ ഇടപെടുന്നവർ. രാഹുൽ ഈശ്വറിനെ നിങ്ങൾ ഒരു വിഡ്ഢിയാക്കി ചിത്രീകരിക്കുന്നു, ചിരിക്കുന്നു. രാഹുൽ ഈശ്വറിൻ്റെ നിരാഹാരം പോലും അവഹേളിക്കപ്പെട്ടു. രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാരം കിടക്കുന്നുവെന്ന് അദ്ദേഹം തന്നെയാണ് മാധ്യമപ്രവർത്തകരോട് വെളിപ്പെടുത്തിയത്. ലൈംഗികാതിക്രമ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് എഫ്ഐആർ ഇടുന്നു. അതിജീവിത മുന്നോട്ട് വരുന്നു. ഈ കേസിൽ അതിജീവിതയ്ക്കെതിരെ സംസാരിച്ചുവെന്ന കുറ്റപത്രമാണ് രാഹുൽ ഈശ്വറിന് നേർക്കുള്ളത്. അതിജീവിതയെ അധിക്ഷേപിച്ചു, സെക്ഷുവലി കളേർഡ് റിമാർക്കുകൾ നടത്തി, അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി തുടങ്ങിയ കേസുകൾ ഉൾപ്പെടുത്തി രാഹുലിനെ തന്ത്രപൂർവമായി പോലീസ് അറസ്റ്റ് ചെയ്തു. ശിക്ഷിക്കപ്പെട്ടാൽ പോലും വെറും 1 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന ചെറിയ കുറ്റകൃത്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം നടത്തിയത്. എന്നാൽ രാഹുലിനെ അട്ടപടലം പൂട്ടുന്നതിൽ ഈ പോലീസ് സംവിധാനം വിജയിച്ചു. രാഹുലിനെ തീർക്കാൻ വലിയ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചു. രാഹുലിനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ 5 പ്രതികളുണ്ട്. ഈ പ്രതിപ്പട്ടികയിൽ 5ാം സ്ഥാനത്താണ് രാഹുൽ ഈശ്വർ. എന്നിട്ടും രാഹുൽ ഈശ്വർ ഇപ്പോഴും ജയിലറയ്ക്കുള്ളിൽ തുടരുന്നു. 2 ബലാത്സംഗ കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടം ജയിലിനുള്ളിൽ കയറാതെ അറസ്റ്റ് ചെയ്യപ്പെടാതെ പുറത്ത് വിഹരിക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചു എന്ന പേരിൽ ഇപ്പോൾ രാഹുൽ ഈശ്വർ ജയിലിലേക്കുള്ളിലായത്. എത്ര വിചിത്രമായ സംഭവം! സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉയർന്നു കേൾക്കുന്ന ഒരു പരിഹാസം, വല്ലവൻ്റെ ഗർഭം പിടിച്ച് അകത്താകേണ്ട ഗതികേടിലായി പോയല്ലോ രാഹുൽ ഈശ്വറെ. എന്നാൽ ഈ പരിഹാസത്തിനപ്പുറം സമൂഹം മനസ്സിലാക്കേണ്ട പലതുകൊണ്ട് ഈ അറസ്റ്റിൽ. രാഹുൽ ഈശ്വർ ഒരൊറ്റയാൻ, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലൊക്കെ പഠിച്ച നല്ല ബുദ്ധിശാലി, റിപ്പബ്ലിക് ടിവിയിലും BBC-യിലും വരെ ഡിബേറ്റുകളിൽ പങ്കെടുത്ത് എതിരാളികളെ മലർത്തിയടിക്കാൻ ശക്തിയുള്ളവൻ. എന്നാൽ കേരളത്തിലെ ഈ ചാനൽ ഫ്ലോറുകളിൽ കയറിയ രാഹുൽ ഈശ്വറിന് എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ കുറേ കാലമായി രാഹുൽ ഈശ്വർ എന്ത് നിലപാടാണ് പുറത്തെടുക്കുന്നത്? പരക്കെ ഇത് ചോദ്യം ചെയ്യപ്പെടുന്നു. എന്നാൽ രാഹുലിനെ നിശബ്ദമായി അംഗീകരിക്കുന്ന വലിയൊരു വിഭാഗം കേരളത്തിലുണ്ട് എന്ന് വിസ്മരിച്ചുകൊണ്ടാണ് പലരും രാഹുലിനെ അധിക്ഷേപിക്കുന്നത്, പരിഹസിക്കുന്നത്. 7 ദിവസം ജയിലിൽ നിരാഹാരം കിടന്ന രാഹുൽ എന്തുകൊണ്ട് ഇന്നലെ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് ജയിൽ അധികൃതരുടെ മുന്നിൽ കരഞ്ഞു? കേട്ടതെല്ലാം ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ കേട്ടതെല്ലാം ശരിയല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് കഴിയും. എന്താണ് രാഹുൽ ഈശ്വർ എന്ന മനുഷ്യന് സംഭവിച്ചത്? ഒരു നിലപാട്, അതേത് നിലപാടിലായാലും രാഹുൽ ഈശ്വർ ഉറച്ചു നിൽക്കും. തൻ്റെ നിലപാട് വിജയിപ്പിക്കാൻ അദ്ദേഹം എന്തും വിളിച്ചു പറയും, അതിശക്തമായി. ആ നിലപാടിന് തൻ്റെ ജീവിതം പോലും സമർപ്പിക്കുന്ന തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ പല പ്രതികരണങ്ങളും. ആ വസ്ത്രധാരണ രീതി പോലും ശ്രദ്ധിച്ചാൽ അതിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. മെൻസ് കമ്മീഷൻ എന്ന ടീഷർട്ടിട്ട് അതിനു മുകളിൽ ഒരു ഓവർകോട്ട്, ആ ഓവർകോട്ടിന് മുകളിൽ ഇന്ത്യൻ പതാകയുണ്ട് ഷോൾഡറിൽ. ഒരു നിലപാടിനു വേണ്ടി പൊരുതുന്നവൻ ഒന്ന് ഒറ്റ നോട്ടത്തിൽ രാഹുൽ ഈശ്വറിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. രാഹുൽ ഈശ്വർ പുസ്തകങ്ങളിലൂടെ പഠിച്ച അറിവുകളിലൂടെയാണ് നിയമം മനസ്സിലാക്കിയത്. അത് അദ്ദേഹത്തെ കൂടുതൽ ശക്തനാക്കി എന്നതിൽ സംശയം വേണ്ട. എന്നാൽ കേരളത്തിലെ പോലീസ് സംവിധാനത്തെയും കോടതികളെയും കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ രാഹുൽ ഈശ്വർ പലപ്പോഴും പരാജയപ്പെട്ടു. അതിൻ്റെ തുടർ പ്രതിഫലനങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. രാഹുൽ ഈശ്വർ എന്ന നിലപാടുള്ള ഒരു മനുഷ്യനെ ജയിലിൽ അടയ്ക്കുക വഴി ആരാണ് വിജയിച്ചിരിക്കുന്നത്? ഇവിടെ എതിർ സ്വരങ്ങൾ ഉയർത്തുന്നവരെ എപ്പോൾ വേണമെങ്കിലും ജയിലറയ്ക്കുള്ളിൽ തളച്ചിടാം എന്ന സന്ദേശമാണ് രാഹുൽ ഈശ്വറിലൂടെ നമുക്ക് പകർന്നു നൽകിയിരിക്കുന്നത് ഭരണകൂടം. താനെടുത്ത നിലപാട് ശരിയെന്ന് വിശ്വസിച്ച രാഹുൽ ഈശ്വർ ആ നിലപാടിനു വേണ്ടി പൊരുതി. അത് പോലീസിന് മുന്നിലും കോടതിയിലുമൊക്കെ ആവർത്തിച്ചു. എന്നാൽ പലപ്പോഴും നിയമത്തിൻ്റെ പഴുതുകൾ അയാൾ തിരിച്ചറിഞ്ഞില്ല. അയാളെ കുടുക്കുന്നതിൽ കൃത്യമായി പോലീസ് സംവിധാനം വിജയിച്ചു. കോടതിയിലെത്തിയപ്പോൾ നിഷ്കളങ്കതയോടെ അയാൾ പൊരുതി. കോടതിക്ക് മുന്നിൽ അദ്ദേഹം ചാനൽ ഫ്ലോറുകളിൽ എന്നതുപോലെ പൊട്ടിത്തെറിച്ചു. താൻ നിരപരാധിയാണ് എന്ന് ജഡ്ജിയുടെ മുഖത്ത് നോക്കി രാഹുൽ ഈശ്വർ വിളിച്ചുകൂവി. അതിലപ്പുറം പ്രോസിക്യൂഷൻ പല കള്ളവാദങ്ങളും പുറത്തിട്ടപ്പോൾ അതിനെയൊക്കെ നിഷേധിക്കാൻ രാഹുൽ തന്നെ നേരിട്ടിറങ്ങുന്നു. കോടതിയിലെ അച്ചടക്കം അത് പാലിക്കുന്നതിൽ രാഹുൽ ഈശ്വർ പരാജയപ്പെട്ടു. കോടതി നടപടിക്രമങ്ങളും അച്ചടക്കവുമൊക്കെ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ രാഹുൽ ചെയ്തത് തെറ്റായിരിക്കാം. എങ്കിലും അയാളുടെ നിലപാട് അതിലയാൾ ഉറച്ചു നിന്നു. ആദ്യ ദിവസം താൻ നിരപരാധിയാണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ രാഹുൽ പരാജയപ്പെട്ടു.
അതിജീവിതയ്ക്കെതിരെ സെക്ഷുവലി കളേർഡ് റിമാർക്സ് അദ്ദേഹത്തിൻ്റെ ഏത് വീഡിയോയിലാണ് എന്ന് പ്രോസിക്യൂഷൻ കൃത്യമായി അവതരിപ്പിച്ചില്ല. എങ്കിലും നിരവധി വീഡിയോകൾ കോടതിയെ കാണിക്കുന്നു. കോടതിക്ക് രാഹുൽ ഈശ്വറിൻ്റെ വീഡിയോകളിൽ കൃത്യമായ സംശയം. ഒടുവിൽ റിമാൻഡിലാവുന്നു. റിമാൻഡിലായ രാഹുൽ ഈശ്വർ തുടർന്ന് നിരാഹാരം പ്രഖ്യാപിച്ചു. അദ്ദേഹം തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. ഇത് വിഡ്ഢിത്തമാണ്, വിവരക്കേടാണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ രാഹുൽ ഈശ്വറിനെ പരിഹസിക്കാം, വിമർശിക്കാം. എങ്കിലും അദ്ദേഹം തൻ്റെ നിലപാടിൽ തുടർന്നു. ജയിലിലെത്തിയ രാഹുൽ ഈശ്വർ നിരാഹാരം ആരംഭിച്ചു. ജയിലിന് പുറത്ത് ദീപ രാഹുൽ ഈശ്വർ എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ സത്യസന്ധമായി തൻ്റെ ഭർത്താവിന് വേണ്ടി നിലകൊണ്ടു. തൻ്റെ ഭർത്താവ് കള്ളത്തരങ്ങളൊന്നും കാട്ടിയില്ല എന്ന് വ്യക്തമായി അറിയാവുന്ന ദീപ ശക്തമായി മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പ്രതികരിച്ചു. അവർ ഓടി നടന്നു. രാഹുൽ ഈശ്വറിന് വേണ്ടി തൊട്ടടുത്ത ദിവസം തന്നെ ഒരു അഭിഭാഷകൻ ഹാജരായി. എന്നാൽ അഭിഭാഷകൻ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയായിരുന്നില്ലേ കോടതിയിലെത്തിയത് എന്നുപോലും നമ്മൾ സംശയിക്കും. തൊട്ടടുത്ത ദിവസം കോടതിയിലെത്തിയ രാഹുൽ ഈശ്വർ പിന്നീട് വീണ്ടും പൊട്ടിത്തെറിച്ചു. ഒരു നിരപരാധിയാണ് ഇവിടെ ജയിലിൽ കിടക്കുന്നത് എന്ന് രാഹുൽ കോടതിയെ ഓർമ്മപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ രാഹുലിൻ്റെ ഓരോ വാക്കും അച്ചടക്കം എന്ന വാളിൽ തൂങ്ങിയാടി. രാഹുൽ ഏറെ ദുർബലനായി കോടതി മുറിക്കുള്ളിൽ എന്ന് വ്യക്തം. വീണ്ടും ജാമ്യം നിഷേധിക്കപ്പെടുന്ന ഘട്ടം. രാഹുലിൻ്റെ ജാമ്യാപേക്ഷ തുലാസിലാടിയപ്പോൾ മറ്റൊരു വക്കീൽ കളത്തിലിറങ്ങി. രാഹുലുമായി അദ്ദേഹം ദീർഘനേരം സംസാരിച്ചു. കോടതിയിലെ അച്ചടക്കത്തെക്കുറിച്ച് രാഹുലിനെ ഓർമ്മപ്പെടുത്തി. ഇതേ കാര്യം രാഹുലിൻ്റെ പത്നിയുമായി പുതിയ അഭിഭാഷകൻ സംസാരിച്ചു. രാഹുലിൻ്റെ പത്നിയും അമ്മയുമൊക്കെ കടുത്ത നിരാശയിലാണ്. അവർ രാഹുലിനെ എങ്ങനെയെങ്കിലും കണ്ട് ഇക്കാര്യങ്ങളൊന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. താൻ നിരപരാധിയാണ്, തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കും, തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതുവരെ നിരാഹാരം തുടരും. സാധാരണഗതിയിൽ ജയിലിൽ അകപ്പെട്ടാൽ മികച്ച വക്കീലന്മാരെ തരപ്പെടുത്തി കോടതിയിൽ അല്പസ്വല്പം ക്ഷമാപണമൊക്കെ നടത്തി എങ്ങനെയെങ്കിലും തടിയൂരാനാണ് മിക്കവരും ശ്രമിക്കുന്നത്. എന്നാൽ ഇവിടെ അത്തരം ശ്രമങ്ങൾക്കൊന്നും രാഹുൽ മുതിരുന്നില്ല. നിരാഹാരത്തിനപ്പുറം പോലീസ് ജീപ്പിൽ പലപ്പോഴും കോടതിയിലേക്ക് വരുമ്പോഴും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുമ്പോഴും വിക്ടറി ചിഹ്നമൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രാഹുലിൻ്റെ യാത്ര. താൻ തൻ്റെ നിലപാടിന് വേണ്ടി പൊരുതും, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇനിയും വീഡിയോ പ്രക്ഷേപണം ചെയ്യും എന്നൊക്കെ രാഹുൽ പ്രഖ്യാപിക്കുന്നു. മറുവശത്ത് രാഹുലിൻ്റെ ഫേസ്ബുക്കിൽ അപ്പപ്പോൾ വീഡിയോകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. പലതും അയാളുടെ പോരാട്ടം മുൻനിർത്തി. ഇതോടെ കാര്യങ്ങൾ അടപടലം പാളുകയാണ് എന്ന് പുതിയ അഭിഭാഷകനും ബോധ്യപ്പെട്ടു. അദ്ദേഹം കോടതിയിൽ തന്നാലാവും വിധം കേസ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. ഒരു കാര്യം വ്യക്തമാണ്, സെക്ഷുവലി കളേർഡ് റിമാർക്സ് അത്രയൊന്നും രാഹുൽ ഈശ്വർ തൻ്റെ വീഡിയോകളിൽ അവതരിപ്പിച്ചിരുന്നില്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ FIR തൻ്റെ വീഡിയോയിൽ അവതരിപ്പിച്ചിരുന്നു. അത് രാഹുൽ ഈശ്വർ മാത്രമായിരുന്നില്ല, കേരളത്തിലെ എല്ലാ ചാനലുകളും FIR സംപ്രേഷണം ചെയ്തു. FIR ഇത്തരം വീഡിയോകളിൽ ഉപയോഗിക്കാൻ പാടില്ലല്ലോ എന്ന് കോടതി ഓർമ്മപ്പെടുത്തിയപ്പോൾ കേരളത്തിലെ എല്ലാ ചാനലുകളും പകർത്തിയ അതേ FIR തന്നെയാണ് രാഹുൽ ഈശ്വരും ഉപയോഗിച്ചത് എന്ന കാര്യം പലരും ബോധപൂർവം മറക്കുന്നു. രാഹുൽ ഈശ്വറിനെ അനുനയിപ്പിക്കാനായി പിന്നീടുള്ള ശ്രമങ്ങൾ. അഭിഭാഷകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വീട്ടുകാരും എല്ലാം ചേർന്ന് രാഹുൽ ഈശ്വറിനോട് ഏതെങ്കിലും വിധത്തിൽ നിരാഹാരം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഈ നിരാഹാരവുമായി പോയാൽ നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ അതൊരു കുറ്റമായി തുടരും. മറുവശത്ത് രാഹുലിൻ്റെ നിരാഹാരം അവസാനിപ്പിക്കാൻ അഭിഭാഷകനും തന്നാലാവും വിധം സമ്മർദ്ദം ചെലുത്തി. എല്ലാവരുടെയും സമ്മർദ്ദത്തിനൊടുവിലാണ് രാഹുൽ ഇന്നലെ നിരാഹാരം അവസാനിപ്പിക്കുന്നുവെന്ന് പറഞ്ഞത്. നിരാഹാരം അവസാനിപ്പിച്ചു എന്ന് നിയമ സംവിധാനങ്ങളെ ബോധ്യപ്പെടുത്താൻ മാത്രമാണ് അദ്ദേഹം ഇന്നലെ ദോശയും ചമ്മന്തിയും ആവശ്യപ്പെട്ടത്. അതല്ലാതെ വിശന്നു പൊരിഞ്ഞ് നിലത്ത് വീഴാറായപ്പോൾ എനിക്ക് ദോശയും ചമ്മന്തിയും വേണമേ എന്ന് പറഞ്ഞ് അയാൾ നിലവിളിക്കുകയായിരുന്നില്ല. എന്നിട്ടും അയാളെ നമ്മൾ പരിഹസിച്ചു. ഇവിടെ സമൂഹം ശ്രദ്ധിക്കേണ്ട വലിയൊരു അധ്യായമുണ്ട്. രാഹുൽ ഈശ്വർ ഒരു പ്രതീകമാണ്. വിമർശനങ്ങൾ ഉയർത്തിയ അയാളുടെ നാവിനെ ജയിലിലടയ്ക്കുക ഭരണകൂടത്തിൻ്റെ ലക്ഷ്യമായിരുന്നു. അയാളെ ഒരു പ്രതീകമാക്കി ഭരണകൂടം നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഭരണകൂടത്തിന് അനിഷ്ടമായ കാര്യങ്ങൾ, ഏതെങ്കിലുമൊക്കെ അനിഷ്ട സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ നാളെ നിങ്ങൾക്കും ഈ ദുര്യോഗം വന്നേക്കാം. കാരണം പ്രോസിക്യൂഷനും പോലീസുമൊക്കെ കെട്ടിച്ചമയ്ക്കുന്ന ഒരു കേസിൽ അവർ കോടതി മുറിക്കുള്ളിൽ അതിശക്തമായ നിലപാടെടുത്താൽ റിമാൻഡിലാകേണ്ടി വരും എന്ന സൂചന. ഇവിടെയാണ് രാഹുൽ ഈശ്വറിന് പിഴച്ചത്. അദ്ദേഹം നമ്മുടെ നിയമ സംവിധാനങ്ങളെ അമിതമായി വിശ്വസിച്ചു, ആശ്രയിച്ചു.
ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടില്ല എന്ന് അദ്ദേഹം കരുതി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ പലപ്പോഴും രൂക്ഷത വന്നു. അതാവട്ടെ അച്ചടക്കമെന്ന അളവുകോലിൽ പരിശോധിക്കപ്പെട്ടപ്പോൾ അയാൾ നികൃഷ്ടനായി. അപകടകരമായ വീഡിയോകൾ ഏതെങ്കിലും കോടതി കണ്ടെത്തിയാൽ അവ നീക്കം ചെയ്യുമെന്ന് ഇന്നലെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. അതും രാഹുലിൻ്റെ ബോധ്യത്തിനപ്പുറമാണ്. രാഹുൽ ഇപ്പോഴും വിശ്വസിക്കുന്നത് താൻ നിയമപരമായി തെറ്റൊന്നും ചെയ്തില്ല എന്നാണ്. നിയമം അനുശാസിക്കുന്ന അവകാശങ്ങൾ ഉൾപ്പെടുത്തി മാത്രമേ വീഡിയോയിലെ ഉള്ളടക്കം താൻ അവതരിപ്പിച്ചിട്ടുള്ളൂ എന്ന് രാഹുൽ വിശ്വസിക്കുന്നു. എന്നിട്ടും കോടതിക്ക് മറിച്ചെന്തെങ്കിലും അനുഭവപ്പെട്ടാൽ ആ വീഡിയോകൾ കൂടി താൻ റിമൂവ് ചെയ്യാം എന്നാണ് കോടതിക്ക് മുൻപാകെ രാഹുൽ സമ്മതിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ രാഹുലിനെ പരിഹസിക്കുന്നവരും വിമർശിക്കുന്നവരും ഓർക്കുക, നാളെ ഒരുപക്ഷെ നിങ്ങൾക്ക് മേലും ഈ ഭരണകൂടം ഇത്തരം കേസുകളുമായി ചാടി വീഴും. അവരും നിങ്ങളെ നിർദ്ദയം ജയിലറയ്ക്കുള്ളിൽ അടച്ചിടും. രാഹുൽ ജയിലറയ്ക്കുള്ളിൽ ഇപ്പോൾ കിടന്നു പുളയുമ്പോൾ അത് കണ്ട് അർമാദിക്കുന്നവർ ഓർക്കുക, അയാൾ ഇവിടെ തോൽക്കുന്നില്ല. രാഹുൽ തോൽക്കപ്പെടുകയുമില്ല. അയാളെ പരിഹസിക്കുന്നവരെ ബുദ്ധിയില്ലാത്തവൻ, വിവരം കെട്ടവൻ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നവർ ചിലത് മനസ്സിലാക്കുക. താൻ തെറ്റൊന്നും ചെയ്യുന്നില്ല എന്ന ബോധ്യമായിരുന്നു അയാളെ നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ അഭിഭാഷക സംഘത്തെയോ വലിയ ഗൂഢസംഘത്തെയോ അയാൾ ഒപ്പം നിർത്തിയിരുന്നില്ല. ഒരു കേസിൽ പൊടുത്തനെ അയാളെ പെടുത്തിയപ്പോൾ പകച്ചുപോലുമില്ല. എങ്കിലും അയാൾ പ്രതീക്ഷിച്ചു തനിക്ക് നീതി കിട്ടുമെന്ന്. രാഹുലിൻ്റെ വീഴ്ച തീർത്തും വേദനാജനകമാണ്. അതുകൊണ്ട് തന്നെ ആ വീഴ്ചയെ നമുക്ക് പരിഹസിക്കാൻ കഴിയില്ല, അധിക്ഷേപിക്കാൻ കഴിയില്ല. ഇന്നലെ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് രാഹുലിന് ബുദ്ധിയില്ല എന്നല്ല, പകരം എന്തെങ്കിലുമൊക്കെ വിവരക്കേടുകൾ അദ്ദേഹം കാട്ടിയിട്ടുണ്ടെങ്കിൽ അവയൊക്കെ തിരുത്താൻ തയ്യാറാണ് എന്ന മാന്യമായ പ്രതികരണം മാത്രമാണ്. കോടതി മുറിക്കുള്ളിൽ രാഹുലിന് തൻ്റെ നിരപരാധിത്വം ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ രാഹുൽ ഒരു ഭീകരനല്ല, ഒരു കുറ്റവാളിയല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിജീവിതമാർക്കെതിരെ പലപ്പോഴും നിലപാടെടുത്തിരുന്ന രാഹുൽ ഈശ്വറിൻ്റെ എല്ലാ നിലപാടുകളോടും നമുക്ക് യോജിക്കാൻ കഴിയില്ല. എങ്കിലും ഒരു നിലപാട് ഉയർത്തിയ മനുഷ്യനെ ഇങ്ങനെ നിർദ്ദയം ജയിലിൽ അടയ്ക്കണമായിരുന്നോ എന്ന ചോദ്യം ഓരോ ഹൃദയങ്ങളിലും ഉണ്ടാവണം. അവിടെയാണ് നമ്മൾ ജനാധിപത്യത്തിൻ്റെ ചില വീഴ്ചകൾ തിരിച്ചറിയേണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.